ॐ गजाननं भूतगणादिसेवितं कवित्तजम्बूफलसारभक्षितम् उमासुदं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम्। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। ॐ त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव. നമ്മളിനി 27ാമത്തെ ശ്ലോകമാണ്. അർജുനൻ ഭഗവാനോട് ആ രഥം കൊണ്ട് രണ്ട് സേനയുടെയും മധ്യത്തിൽ നിർത്താൻ പറഞ്ഞു. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ആ രഥം അർജുനന്റെ രഥം കൊണ്ടുവന്ന് രണ്ട് സേനയുടെയും മധ്യത്തിൽ നിർത്തിയിട്ട് കണ്ടോളൂ ആരൊക്കെയാ അണിനിരന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അർജുനൻ എല്ലാവരെയും നോക്കി, തന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവരെ നോക്കി, തന്റെ പക്ഷത്ത് നിൽക്കുന്നവരെ എല്ലാം നോക്കി. ആരെയൊക്കെ കണ്ടു? അർജുനൻ കാലത്തിലേക്ക് നോക്കിയാൽ പഴയ 4 തലമുറയിലുള്ളവരെയൊക്കെ അവിടെ കണ്ടു അർജുനൻ. വീണ്ടും ആ വർത്തമാന കാലത്തിലേക്ക് നോക്കിയാൽ അർജുനന്റെ പ്രായത്തിലുള്ളവരും സഹോദരങ്ങള് അങ്ങനെയുള്ളവരെയൊക്കെ അവിടെ കണ്ടു. ഇനി ഭാവി കാലത്തിലേക്ക് നോക്കിയാൽ മക്കള്, മക്കളുടെ മക്കള്, അവരുടെ മക്കള്, അങ്ങനെയുള്ള തലമുറയിലുള്ളവരൊക്കെ അണിനിരന്നിരിക്കുന്നത് അർജുനൻ അവിടെ കണ്ടു. അതായത് ഒരു ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും അർജുനൻ അവിടെ കാണുകയാണ്. എല്ലാ തലമുറയിലുള്ള ആൾക്കാരെയും അർജുനൻ അവിടെ കാണുകയാണ്. നമ്മളതിനെയൊക്കെ വിശദീകരിച്ച് പഠിച്ചു. നമ്മുടെ കർമ്മമണ്ഡലം ഇത് അർജുനന്റെ കർമ്മമണ്ഡലമാണ്. അർജുനന്റെ കർമ്മമണ്ഡലത്തിൽ നിന്ന് അർജുനൻ കാണുന്നു. അത് നമ്മളുടെ കർമ്മമണ്ഡലത്തിലേക്ക് എടുത്ത് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങൾ വിദ്യാർത്ഥികള്, നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ നിന്ന് നോക്കുമ്പോൾ എന്തൊക്കെ നിങ്ങൾ കാണുന്നു? നമ്മൾ പഠിക്കേണ്ട, നമ്മൾ കർമ്മം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും നമ്മളത് ചെയ്താലുണ്ടാകുന്ന ഭാവിയിലുണ്ടാകുന്ന ഫലങ്ങളും ഇല്ലെങ്കിൽ അതിനുണ്ടാകുന്ന കാര്യങ്ങളും പുറമെ ഭൂതകാലത്തിൽ നമ്മളെ ആരൊക്കെ പഠിപ്പിച്ചു വന്നതാണ്, നമ്മൾ പിന്തുടർന്നു വന്ന് നമ്മൾ അവരിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്, ഈ വർത്തമാനകാലത്തിൽ നമ്മൾ എങ്ങനെ ഇത് അനുഷ്ഠിച്ചു പോകണം, നമ്മുടെ കർമ്മം ഭാവിയിൽ അതെത്ര ഉപകാരപ്പെടും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ നമ്മുടെ കർമ്മത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു അല്ലെ. അതാണ് നമ്മുടെ കർമ്മത്തിൽ നിന്നാണ് നമ്മൾ അതിനെ വീക്ഷിക്കുന്നത്. അങ്ങനെ അവിടം വരെ നമ്മൾ പഠിച്ചു, ഇതെല്ലാം കണ്ടു അർജുനൻ. ഇനി അടുത്ത ശ്ലോകം 27ാമത്തെ ശ്ലോകമാണ്. താൻ സമീക്ഷ്യ സ കൗന്ദേയഃ, താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാ വിഷ്ടോ വിഷീദന്നിദമബ്രവീത്. ഒന്നുകൂടെ ചൊല്ലാവേ. താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാ വിഷ്ടോ എന്നും പറയില്ലേ, വിഷ്ടഹ എന്നും പറയാം. കൃപയാ പരയാ വിഷ്ടഹ, ഇവിടെ നമ്മൾ സ്റ്റോപ്പ് കൊടുക്കുന്നുണ്ട്, വിഷ്ടഹ എന്നും പറയാം. കൃപയാ പരയാ വിഷ്ടഹ വിഷീദന്നിദമബ്രവീത്. ഇതിന്റെ അർത്ഥം പറയാം ഓരോ വാക്കിന്റെ. താൻ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ അത് ആ കാണുന്ന സമീക്ഷ നോക്കി കണ്ടിട്ട്, ആ കണ്ടതിനെയൊക്കെ നോക്കി കണ്ടിട്ട്, അതിനെ നോക്കി കണ്ടിട്ട്, അവൻ അല്ലെങ്കിൽ ആ കൗന്ദേയഃ, ആ കുന്തിപുത്രൻ കൗന്ദേയഃ, അർജുനന്റെ വേറൊരു പേരാണ് കൗന്ദേയൻ. കൗന്ദേയഃ കുന്തിയുടെ പുത്രൻ. സർവാൻ എല്ലാ ബന്ധുക്കളെയും, സർവാൻ എല്ലാ ബന്ധുക്കളെയും അവസ്ഥിതാൻ, അവരെല്ലാം അവിടെ നിൽക്കുകയാണ് അല്ലെ. അവസ്ഥിതാൻ അവിടെ നിൽക്കുന്ന എല്ലാ ബന്ധുക്കളെയും കൃപയാൽ ഒരു ദയനീയതയാൽ, ഒരു കൃപയോടുകൂടി, കൃപയാൽ പരയാ മീൻസ് വർദ്ധിച്ച, വളരെ കൂടുതലായ, വർദ്ധിച്ച, ആവിഷ്ടഹ ആവേശിക്കപ്പെട്ടവനായിട്ട്, വർദ്ധിച്ച ആവേശത്താൽ. ആവേശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആവേശം കാണിക്കുക എന്നുള്ളതല്ല, അതിൽ നമ്മളിലേക്ക്
വന്നു ചേരുന്നത് ആവേശിക്കപ്പെട്ടതായിട്ട്, ഒരു വളരെ വളരെ കൃപ ഉള്ളിലേക്ക് വന്നവനായിട്ട് അർജുനൻ വിഷീദൻ ദുഃഖിതനായിട്ട് വിഷീദൻ ദുഃഖിതനായിട്ട് ഇതം ഇപ്രകാരം വിഷീദൻ ഇതം അബ്രവീത് എന്നാണ്. വിഷീദൻ എന്ന് പറഞ്ഞ ദുഃഖിതനായിട്ട് ഇതം ഇതം ഇപ്രകാരം വിഷീദൻ ഇതം അബ്രവീത് അബ്രവീത് പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞു. വളരെ വിഷമം തോന്നിയിട്ട് അർജുനൻ ഇവരെല്ലാം കണ്ടു. രണ്ട് മൂന്ന് തലമുറ പിന്നിലുള്ളവരെയും ഇപ്പോഴത്തെ തലമുറയിൽ തന്നോട് ഒപ്പമുള്ളവരെയും ഇനിയും ഭാവി മുന്നോട്ട് കിടക്കുന്ന ഒരു തലമുറയെയും ഒന്നും അതിലധികമുള്ള തലമുറയെയും ഒക്കെ കണ്ടിട്ട് ഒരു ഒരു വിഷാദം, ദുഃഖത്താൽ ആവേശിക്കപ്പെട്ടവനായിട്ട്, ദുഃഖം മൊത്തം ഏറ്റെടുത്തവനായിട്ട്, ഉള്ളിലേക്ക് വന്നവനായിട്ട് വർദ്ധിച്ച കൃപയോടുകൂടി, വളരെ കൃപയോടുകൂടി ഈ താൻ നിൽക്കുന്ന ബന്ധുക്കളെ എല്ലാം കണ്ടിട്ട് ഇപ്രകാരം പറഞ്ഞു. ഒന്നുകൂടെ ചൊല്ലാം. താൻ സമീക്ഷ്യ സ കൗന്ദേയഃ താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടഃ വിഷീദന്നിദമബ്രവീത്. ഇതിന് മുഴുവനുള്ള അർത്ഥം ഒന്ന് പറയാം. ആ എല്ലാ ബന്ധുക്കളെയും നോക്കിക്കണ്ടപ്പോൾ ജന്മം കൊണ്ട് തന്നെ പരിശോഭിതനായ, അതായത് കൗന്ദേയൻ എന്ന് പറഞ്ഞു, കുന്തിയുടെ പുത്രനാണ്, ജന്മം കൊണ്ട് തന്നെ പരിശോഭിതനായ അങ്ങനെ ആ കുന്തിയുടെ പുത്രനായി ജനിച്ചത് തന്നെ വലിയ ശോഭയാണ്. അങ്ങനെയുള്ള ശോഭയോട് കൂടിയവനായിട്ട് അർജുനന്റെ ഹൃദയത്തിൽ കാരുണ്യം നിറഞ്ഞു. വളരെ കൃപയോടുകൂടി കാരുണ്യം ആവേശിച്ചു. ഗദ്ഗത കണ്ഠനായിട്ട് വർദ്ധിച്ച ദുഃഖത്തോടെ, വാക്കുകൾ പുറത്തു വരാൻ വയ്യാത്തത്ര തൊണ്ട ഇടറിക്കൊണ്ട് വർദ്ധിച്ച ദുഃഖത്തോടെ, വളരെയധികം ഉള്ള ആ ദുഃഖത്തോടെ ആ കുന്തിപുത്രൻ ഇപ്രകാരം പറഞ്ഞു. ഇവിടെയാണ് അർജുനനില്ല. ഇതുവരെ അർജുനന് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു അർജുന വിഷാദ യോഗം. ഇവിടെ ഇത്രയും ശ്ലോകം കഴിഞ്ഞ് ഈ ശ്ലോകത്തിലാണ് അർജുനന് വിഷാദം ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നത്. അർജുനൻ ഇതുവരെ നല്ല ആക്റ്റീവ് ഒക്കെ ആയിരുന്നു. അർജുനൻ പറഞ്ഞതാണ് കൃഷ്ണനോട്, വളരെ ധൈര്യത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്, ഈ രണ്ട് സേനയുടെ മധ്യത്തിൽ ഒന്ന് കൊണ്ടുപോയി എന്റെ രഥം നിർത്തിക്ക്, എനിക്ക് അന്ന് കാണണം എല്ലാവരെയും, ഞാൻ ആരോടൊക്കെ യുദ്ധം ചെയ്യണം എന്നൊന്ന് കാണട്ടെ. വലിയ ധൈര്യവാനായി ചമഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ധൈര്യവാൻ തന്നെയാണ് അർജുനൻ. അങ്ങനെയാണ് അർജുനൻ ഒരിച്ചിരി ഇതോടുകൂടിയാണ് പറഞ്ഞത്. അങ്ങനെ അവിടെ വന്ന് എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോഴാണ് വളരെയധികം ആവേശിതനായിട്ട്, വിഷാദം തന്നിലേക്ക് കയറിയിട്ട്, ആ വിഷാദത്തെ മുഴുവൻ ഏറ്റെടുത്തിട്ട് എന്ന് വേണേ പറയാം. അങ്ങനെയുള്ള അർജുനൻ ഗദ്ഗത കണ്ഠനായിട്ട് വളരെ സങ്കടത്തോടു കൂടി, തൊണ്ടയിടറുന്ന പോലെ അത്രയും സങ്കടം ഉള്ളിലേക്ക് എടുത്തു, സങ്കടമായി. ആ അർജുനൻ ഇങ്ങനെ പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞു. അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പൊ അർജുനന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. എങ്ങനെ? അർജുനൻ ഒരു കർമ്മം ചെയ്യാനായിട്ട് റെഡിയായി വന്ന് നിൽക്കുക. അർജുനന്റെ ജീവിതത്തിലെ ഏറ്റവും പല കർമ്മങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ഏറ്റവും നിർണായകമായ ഒരു കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആ കർമ്മ മണ്ഡലത്തിന്റെ നടുവിൽ വന്ന് നിന്നാണ് അർജുനൻ ഇതിനെ നോക്കിക്കാണുന്നത്. ഈ കർമ്മം ചെയ്യാൻ പോകുന്ന കർമ്മത്തെ വിലയിരുത്തുകയും അവിടെ വെച്ചൊരു വിഷാദമുഖനായിട്ട് തീരുകയും ചെയ്യുന്നതായിട്ടുള്ള ഭാഗമാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം, ഇപ്പൊ പലരും കുട്ടികളുടെ കാര്യത്തിലൊക്കെ കൗൺസിലിങ്ങും ഒക്കെ ഉണ്ട്. എന്താണ്, അവർക്കൊക്കെ ഒരു വിഷാദ രോഗം ഇപ്പം പടർന്നു പിടിക്കുന്നുണ്ട് എല്ലായിടത്തും. കുട്ടികൾക്കൊക്കെ ഒരു ഏജ് ആകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ആപ്പാട് സങ്കടം, മുന്നോട്ട് അവരുടെ കർമ്മങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യാതിരിക്കുക, എല്ലാത്തിലും ഒരു നിരാശ, അതൊക്കെ ഒരു അസുഖമായിട്ട് കണ്ടിട്ട്, അതെ, നിരാശയൊക്കെ ഒരുപാട് കൂടിയാൽ അതൊരു രോഗമാണ്. ഇപ്പോഴത്തെ സൈക്കാട്രിയിലും സൈക്കോളജിക്കൽ അപ്രോച്ചിലും ഒക്കെ പറയുന്നത് അതൊരു വലിയ അസുഖമാണ്. പിന്നീട് അത് വലിയ ഇതിലേക്കൊക്കെ കുട്ടികളെ നയിക്കും. അത് പ്രത്യേകിച്ച് അവർക്ക് ജീവിതം മുന്നോട്ട് പോകണ്ട, സൂയിസൈഡ് ചെയ്തേക്കാന്നൊക്കെ തോന്നുന്നത് ഈ വിഷാദ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നതാണ്. ഇവിടെ നോക്കിയോ, അർജുന വിഷാദ യോഗമാണ് നമ്മുടെ അധ്യായത്തിന്റെ പേര് പറഞ്ഞിരിക്കുന്നത്. സാധാരണ ഉള്ള വിഷാദമൊക്കെ രോഗമായിട്ട് മാറും. നമ്മളത് ഇപ്പൊ കാണുന്നതാണ് എല്ലായിടത്തും. വിഷാദം വലിയൊരു രോഗമാണ്, അത് ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ്. അതിന് പ്രത്യേക കൗൺസിലിംഗ് വേണം, ഇല്ലെങ്കിൽ പ്രത്യേക ഇതൊക്കെ വേണം. അതൊക്കെ എല്ലാവരിലും വരും. ഒരു ഇടക്കാലം ഒരു സമയമൊക്കെ ആകുമ്പോൾ എല്ലാവരിലും ഈ ചിന്തകൾ കൂടിയിട്ടൊക്കെ ഇങ്ങനൊക്കെ വിഷാദ രോഗമൊക്കെ വരാം, ഉള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ അർജുനൻ അത് രോഗമാക്കി മാറ്റുമല്ലായിരുന്നു ചെയ്തത്.
അർജുനന്റെ കൂടെയുള്ള ആൾ ആരായിരുന്നു? ഭഗവാനാണ്. ഭഗവാൻ അതിനെ യോഗമാക്കി മാറ്റി. യോഗമാക്കാതെ യോഗമാക്കി മാറ്റുന്ന പ്രക്രിയയായിരുന്നു ഗീതയിലൂടെ ഭഗവാൻ ചെയ്തത്. അതേസമയം നമ്മളൊരു കൗൺസിലിങ്ങും വിഷാദ വിച്ചരം ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ ഒരാളുടെ അടുത്ത്, ഒരു ഡോക്ടറുടെ അടുത്ത്, ഇന്നത്തെ മെഡിക്കൽ സയൻസ് വലിയ പ്രാഗൽഭ്യം നേടിയിട്ടുള്ള ഡോക്ടറുടെ അടുക്കലൊക്കെ നമ്മൾ പോയാൽ പിന്നെ നമ്മളത് രോഗിയായി മാറും. ഒരാവശ്യമില്ലാത്ത മരുന്നിൽ തന്നെ മാറാത്ത ഒരു രോഗിയായി വേണം നമ്മൾ തീരാൻ. അതാണ് അവസ്ഥ. ഇന്നത്തെ അവസ്ഥ അതാണ്. പക്ഷെ അർജുനൻ സമീപിച്ച ഡോക്ടർ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. ആ ഭഗവാന്റെ അടുക്കലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് രോഗമല്ല ആയി മാറിയത്, യോഗമാണ് ആയി മാറിയത്. നമുക്ക് നമ്മളിൽ ഉണ്ടാകാം, ചില സമയം ഉണ്ടാകാം. ഉദാഹരണത്തിന് നമുക്കിപ്പോ പറയാം, ഇപ്പൊ നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലാസ്സിൽ ഇരിക്കുകയാണ്. ഇതുവരെ പഠിച്ചു വന്ന കാര്യങ്ങൾ, ചിലർക്കൊക്കെ അങ്ങനെ ഉണ്ടാകാം, ഇതുവരെ പഠിച്ചു വന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു സംശയങ്ങളാണ് കൂടുതലും. നമ്മുടെ പൂർവികർ പറഞ്ഞു എഴുതി വെച്ച കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയതൊക്കെ വെച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അത് ഇങ്ങനെ പഠിച്ചു വന്ന് നന്നായിട്ട് റിസർച്ച് മെന്റാലിറ്റി ഉള്ള ഒരു കുഞ്ഞ്, നല്ല ഒരു ഗിഫ്റ്റഡ് സ്റ്റുഡന്റ് ആണ്. അവനെ സംബന്ധിച്ചിടത്തോളം വരുമ്പോഴത്തേക്കും അതിനകത്ത് അവൻ കാണുമ്പോൾ ഇവർ പ്രൂവ് ചെയ്ത് എഴുതി വെച്ചതാണെങ്കിൽ പോലും അവൻ അതിനകത്ത് ഒത്തിരി കോൺട്രഡിക്ഷൻ വേണേ കാണാം. അവനവിടെ അപ്പോൾ ഒരു ഇതുവരെയുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ എഴുതി വെച്ചതാണ്. അപ്പൊ അവൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണം, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നാണ് അവന്റെ ആഗ്രഹം. അവന്റെ കർമ്മമണ്ഡലം അങ്ങനെ തെരഞ്ഞെടുത്തു. അവിടെ തന്നെ അവന് ഇതൊക്കെ പഠിച്ച് ഇത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ അവന് ഒരുപാട് വിഷമതകൾ ഉണ്ടാവാം. ഇതെന്താ ഇങ്ങനെ എന്ന് വേണമെങ്കിൽ അവന് ചിന്തിച്ച വഴിയിലൂടെ ആയിരിക്കത്തില്ല അവൻ ചിന്തിക്കുന്നത്. അപ്പൊ അവന് തോന്നും, ഇനി ഞാൻ ചിന്തിക്കുന്നതാണോ തെറ്റ്, അത് ഭാവിയിൽ ഇനി എന്തിനെങ്കിലും ബാധിക്കുമോ എന്നൊക്കെ വേണം ചിന്തിച്ച് അവന് പിന്തിരിയാം അവന്റെ കർമ്മമണ്ഡലത്തിൽ. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ അവിടെ വലിയ വിഷാദമൊക്കെ അവന് ഉണ്ടാവാം. ഇത് സാധാരണഗതിയല്ല. പക്ഷെ അവിടെ നിന്ന് പിന്തിരിഞ്ഞ് നാളെ എന്താകും, നാളത്തെ ഭാവിയിൽ ഇനി ഇത് ഉപകാരപ്പെടുവോ, ഇല്ലെങ്കിൽ ഞാൻ എന്തിനാ ഇത് വെറുതെ ഇങ്ങനെ അവർ എഴുതി വെച്ച് പഠിച്ച് മുന്നോട്ട് പോയാൽ പോരെ, ഞാൻ എന്തിനാ കൂടുതൽ ഇതിനകത്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് വേണേ അവൻ അതിൽ നിന്ന് പിന്തിരിയാം. അങ്ങനെയൊക്കെ ചിന്തിച്ച് ഓരോരുത്തരും കണ്ടെത്തി വെച്ച്, നമുക്കറിയാം നമ്മളിപ്പോ എത്ര അഡ്വാൻസ്ഡ് ആണ് ഈ യുഗത്തിൽ വന്നു നിൽക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്തെന്ന് നോക്കിയാൽ സ്കൂൾ നമ്മുടെ വീട്ടിലെത്തി അല്ലെ. ഇതൊക്കെ ഈ ഓരോ കണ്ടുപിടുത്തങ്ങളും പലരും പകുതിയാക്കി വെച്ചതോ ഇല്ലെങ്കിൽ പലരും ചെയ്തു വെച്ചതിന് മുന്നോടിയായിട്ട് ഓരോരുത്തരും നടത്തി വെച്ച റിസർച്ചും അതിൽ നിന്ന് വന്ന ഫലങ്ങളും ഒക്കെ കൊണ്ടാണ് അല്ലെ. ആദ്യമായിട്ട് ഇതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു, ആദ്യമായിട്ട് ഉണ്ടായ കമ്പ്യൂട്ടറിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. വലിയ ഒരു റൂം മുഴുവൻ നിറയത്തക്ക വിധത്തിലുള്ള വലിയ TV സ്ക്രീനോട് കൂടിയതായിരുന്നു. അതിപ്പോ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഏതോ ഒരു ചെറിയ ഇതിലേക്ക് മാറി. അങ്ങനെ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ കാലാന്തരത്തിൽ ഓരോരുത്തരും ചെയ്തു വെച്ചതിന്റെ പിന്തുടർച്ചയായിട്ട് ചെയ്ത് വന്നാണ് ഇങ്ങനെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ആകാനിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇനി ഇത്രയൊക്കെ ഡെവലപ്മെന്റ് വന്നു, ഇനിയൊന്നും വലിയ റിസർച്ച് ചെയ്തിട്ട് കാര്യമില്ല, ഇതിനകത്തൊന്നും വലിയ കാര്യമില്ല, നമുക്ക് വലിയ ഭാവിയൊന്നും ഇല്ല, കാരണം എല്ലാവരും കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞു, ഇനി നമുക്കൊന്നും മുന്നോട്ടൊന്നും കണ്ടുപിടിക്കാനില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് അവിടെ കൊണ്ട് തീരുവാണ്. അങ്ങനെ ചിന്തിക്കാത്ത കുറെ ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഓരോ ദിവസങ്ങളും ഓരോ നിമിഷങ്ങളും മാറുന്നതോറും പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ ലോകം അഡ്വാൻസ്ഡ് ആയിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പം ജോലി ചെയ്യാൻ കമ്പ്യൂട്ടറിനെ ഏർപ്പെടുത്താണ്, റോബോട്ടിക് സംവിധാനങ്ങളൊക്കെ വരുന്നു. ഇനിയും അങ്ങനെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്താൻ ഇനിയും ഉണ്ട്. അത് കണ്ടെത്തി ഓരോരുത്തരും മുന്നോട്ട് വന്ന് അതിന്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ, അയ്യോ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഇനി പ്രശ്നമാവോ, അങ്ങനെ ഇല്ലെങ്കിൽ അവരൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അത് മതി എന്ന് വിചാരിക്കാതെ എനിക്കും എന്തെങ്കിലും ചെയ്യാനുണ്ട്, ഞാൻ പഠിക്കുന്നത് എനിക്കും എന്തെങ്കിലും ഈ സമൂഹത്തിന് വേണ്ടി കൊടുക്കാൻ എന്റേതായിട്ട് കാണും എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ ആൾക്കാരുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കണ്ടുപിടുത്തങ്ങൾ മുന്നോട്ട് വരുന്നത് കൂടുതൽ. അതിൽ നിന്ന് ഓരോരുത്തരും ചെയ്തു വെച്ചതിൽ നിന്ന് തുടങ്ങി, ഭൂതകാലത്തിൽ നിന്ന് തുടങ്ങി ഇപ്പൊ വർത്തമാനകാലത്തിലൂടെ നമ്മൾ അതിലൂടെ സഞ്ചരിച്ച് ഭാവിക്ക് ഉപകാരപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് അതിന്റെ ഫലം നാളെ അതെന്താകും എന്നുള്ള ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മളെ കൊണ്ടാവുന്നത് പോലെ കർമ്മം ചെയ്യുക എന്നുള്ളത് എന്തെങ്കിലുമൊക്കെ കണ്ടെത്താനാകും എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ, ആ ഒരു ചിന്തയിലൂടെ കർമ്മം ചെയ്യുമ്പോഴാണ് ഓരോന്നോരോന്നും കണ്ടെത്തി വരുന്നത്. അവിടെ ഒരു വിഷാദം ഉണ്ടായി പോയാൽ, എനിക്കൊന്നും പറ്റില്ല, ഇല്ല എനിക്ക് ആകപ്പാടെ അവർ കണ്ടുപിടിച്ച് വെച്ചതിനകത്ത് ഇനി അതിനകത്ത് വല്ല പ്രശ്നമാക്കി വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഭൂതകാലത്തെ കുറിച്ച് ചിന്തിച്ച്, ഭാവിയിൽ ഞാൻ ഇനി വല്ലതും കണ്ടുപിടിച്ചിട്ട് വല്ല പ്രശ്നമായി തീർന്നെങ്കിലോ എന്ന് വിചാരിച്ച് ഭാവിയെ കുറിച്ച് ചിന്തിച്ച്, ഇല്ല ഞാൻ എന്നാ കൊടുക്കാനാ ഈ ഭാവിക്ക്, ഞാൻ ഇതൊക്കെ കണ്ടു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം, പൈസ വേണം, എനിക്ക് സുഖമായിട്ട് ജീവിക്കണം, അത് മതി എന്ന് വിചാരിച്ച് അതിലേക്ക് അങ്ങനെ ഒതുങ്ങാതെ ഒക്കെ ചിന്തിക്കുന്നവരുണ്ടായിട്ടാണ് ഈ നമ്മുടെ ഈ ലോകം ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ട് വരുന്നത് അല്ലെ. അങ്ങനെ ഒരു വിഷാദത്തിലേക്ക് പോകാൻ നമ്മുടെ കർമ്മമണ്ഡലത്തിൽ ചയിക്കുമ്പോൾ നമുക്കും ഒക്കെ അതിനുള്ള ചാൻസ് ഉണ്ട്. അതൊരു ഒരു ഭാഗം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ചെറുതായ കാര്യത്തിൽ പോലും പഠിക്കുക എന്നുള്ള നമ്മുടെ കർമ്മമണ്ഡലം, ഇപ്പൊ വലിയ റിസർച്ച് ഒന്നും ചെയ്യുന്ന ആളല്ലെങ്കിൽ പോലും, സാധാരണ കുട്ടിയാണെങ്കിൽ പോലും
പഠിക്കുമ്പം നമുക്കൊരു സ്റ്റേജ് എത്തുമ്പോൾ ഈ സാധനമൊക്കെ പഠിച്ച് 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 എന്താണോ പഠിക്കുന്നത് എൻ്റെ തലയിൽ കയറുന്നുമില്ല. ഞാൻ എന്തിനാണോ ഇവരൊക്കെ എഴുതി വെച്ച് ഇങ്ങനെ പഠിക്കുന്നത് എന്ന് വിചാരിച്ച് എനിക്കാണ് ഒരു സൗകര്യവും തരുന്നില്ല മാതാപിതാക്കള്. അവർക്കാണ് പൈസ മുടക്കുന്നതുകൊണ്ട് നമ്മൾ പഠിച്ചേ പറ്റൂ. അതൊരു ടെൻഷൻ. നാളത്തെ ഭാവി ഇനി ഞാൻ ഇനി പഠിച്ചാൽ തന്നെ എനിക്ക് ജോലി കിട്ടുമോ? ഇതൊക്കെ പഠിച്ചിട്ട് എനിക്ക് എന്താ പ്രയോജനം? നാളെ ഞാൻ ഇതുകൊണ്ട് എന്നാ ഉണ്ടാക്കാൻ പോകുന്നു? എനിക്ക് എന്ത് എന്ത് പ്രയോജനം ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്നത് എന്നൊക്കെ ചിന്തിച്ച് ആകപ്പാടെ നിരാശരാകാനുള്ള ചാൻസും ഉണ്ടല്ലേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു വരുന്നതാണ്. നമ്മൾ ഓരോ സാധാരണക്കാരുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമുക്കും കടന്നു വരാം. എല്ലാവരിലൂടെയും കടന്നു പോകുന്ന ചിന്തകളൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഗീത എല്ലാവരിലും ഇത് പ്രസക്തമാണ്. കുഞ്ഞുങ്ങൾ മുതല് മുതിർന്നവർ വരെ ജീവിതത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന പാതകളിലെല്ലാം നമ്മൾ പകച്ചു നിന്നു പോകുന്ന സന്ദർഭങ്ങളാണ് ഇതൊക്കെ. അതിൽ ചിലപ്പോൾ വിഷാദം ഉണ്ടാവാം, ചിലപ്പോൾ നമുക്ക് നിരാശ ഉണ്ടാകാം, ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും സംശയങ്ങൾ ഉണ്ടാവാം. ഇവിടെയൊക്കെ നമ്മൾ ചിലപ്പോൾ തളർന്നു പോകാം. നമുക്ക് ശരിയായ രീതിയിൽ വഴികാട്ടി തരാൻ ആരും ഇല്ലാതെ വരാം. അങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങളിൽ ഈ ഗീത എത്ര ഉപകാരപ്പെടും. നമ്മുടെ ജീവിതത്തിൽ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് വിചാരിച്ചു വേണം നമ്മൾ ഇതിലൂടെ പോകാൻ, ഇതിനെ കാണാൻ, ഇതിനെ പഠിക്കാൻ. അർജുനന്റെ വിഷാദത്തെ ഭഗവാൻ എങ്ങനെ യോഗമാക്കുന്നു, അതുപോലെ നമ്മളിലും ഇങ്ങനെ കടന്നു വരാവുന്ന വിഷാദത്തെ ഒരു രോഗമാവാതെ, ഒരു രോഗമാക്കാതെ എങ്ങനെ യോഗമാക്കാം എന്ന് നമുക്ക് ഈ ഗീതയിലൂടെ പോകുമ്പോൾ പഠിക്കാം. ഇതൊക്കെ അതിനുള്ള എല്ലാ ഉത്തരങ്ങളും ഈ ഗീതയിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിനെയൊക്കെ ഗീത പഠിച്ചാൽ മതി. നമുക്ക് മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ഇത് നന്നായിട്ടൊന്നും നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഇതിലേക്കൊന്ന് നോക്കിയിരുന്ന് ഒന്ന് വായിക്കുക. കുഞ്ഞുങ്ങളല്ലേ, സംസ്കൃതം ഒന്നും മനസ്സിലാകുകയില്ല. എന്നാലും അതിന്റെ കുറച്ചൊക്കെ മലയാളത്തിലൊക്കെ എഴുതിയിരിക്കുന്നതോ ഇംഗ്ലീഷ് മീനിങ് ഉള്ളതോ നിങ്ങളുടെ ഇഷ്ടമുള്ള ഭാഷയിൽ എഴുതിയിരിക്കുന്ന പുസ്തകം കിട്ടും. അത് നോക്കിയിട്ട് എന്താണ് ഒന്നും മനസ്സിലാവുകയല്ലായിരിക്കും ചിലപ്പോൾ. അർജുൻ അവിടെ യുദ്ധം ചെയ്തപ്പോൾ യുദ്ധം ചെയ്യാൻ പോയി നിന്നപ്പോൾ അവിടെ എതിർ സൈഡിൽ അവരുടെ ബന്ധുക്കളൊക്കെ നിൽക്കുന്ന കണ്ടപ്പോൾ സങ്കടം വന്നു. അർജുനന് ഭയങ്കര സങ്കടം വന്നു. അതിന് എനിക്ക് എന്ത് കിട്ടാനാ ഇതിനകത്തുനിന്ന്? എന്റെ പ്രശ്നം ഇപ്പൊ അതല്ലല്ലോ, ഞാൻ യുദ്ധത്തിനൊന്നും പോയില്ലല്ലോ, ഞാൻ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ വീടിനകത്ത്, സ്കൂളിൽ പോലും പോകുന്നില്ല, എന്നിട്ട് എനിക്ക് പ്രശ്നങ്ങൾ, എനിക്ക് സങ്കടം, അത് ഗീത തുറന്നു നോക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാ എന്ന് വിചാരിക്കരുത്. ഒന്ന് രണ്ട് പ്രാവശ്യം വായിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തെളിഞ്ഞു വരും. അതാണ് ഗീതയുടെ മഹത്വം. അപ്പൊ അതിനകത്ത് നോക്കുക, ഈ ഇത്രയും വലിയ യുദ്ധത്തിന് മുന്നിൽ നിന്നിട്ട് അർജുനന് വിഷാദം ഉണ്ടായി. വലിയ വില്ലാളി വീരനായ അർജുനൻ ദ്രോണരുടെ ഏറ്റവും വലിയ ശിഷ്യനാണ്. കർമ്മം ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത അർജുനൻ ഈ കൗരവരും പാണ്ഡവരും തമ്മിൽ ചൂത് കളിച്ച സമയത്ത് പാണ്ഡവർ പരാജയപ്പെട്ട് കാട്ടിലേക്ക് അയച്ച് ഇവർ 12 വർഷം വനവാസം ചെയ്ത് 1 വർഷം അജ്ഞാതവാസം എന്ന് പറഞ്ഞാൽ ആരും കാണാതെ ഏതെങ്കിലും ഒരു രാജ്യത്ത് വേഷപ്രച്ഛന്നരായി കഴിഞ്ഞ ആ സമയത്ത് പോലും അതുമെല്ലാം കഴിഞ്ഞു വന്നതാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞു വന്ന് എന്തായാലും നമുക്ക് തിരിച്ച് യുദ്ധം ചെയ്തും ഇല്ലെങ്കിൽ നമുക്ക് ഇതിനെല്ലാം പകരം വീട്ടണം, ഇതിനെല്ലാം അവരോട് ചോദിക്കണം എന്ന് പറഞ്ഞ് വർദ്ധിച്ച വീര്യത്തോടെ ഈ വനവാസ സമയത്തെല്ലാം പഠിക്കുകയായിരുന്നു. ഓരോരുത്തരെ പ്രസാദിപ്പിച്ച് ഭഗവാൻ പരമശിവനെ പ്രത്യക്ഷപ്പെടുത്തി പാശുപതാസ്ത്രം നേടി ഇങ്ങനെ ദിവ്യായുധങ്ങളെല്ലാം കൈക്കലാക്കി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു അവർ ചെയ്തത്. അങ്ങനെ പഠിച്ചു വന്ന ആ അർജുനനാണ് ഇപ്പൊ ഇവിടെ വിഷാദം ഉണ്ടായിരിക്കുന്നത്. അത്രയും വില്ലാളി വീരനായ വിജയൻ എന്നാണ് പേര്. ആ വിജയനാണ് ഇവിടെ നിരാശ വന്നിരിക്കുന്നത്. ഈ അർജുനൻ തന്നെ ഇവരെ എല്ലാവരെയും, ഈ എതിർപക്ഷത്ത് ഇപ്പൊ നിൽക്കുന്നവരെ എല്ലാവരെയും തന്നെയും ഒറ്റയ്ക്ക് ജയിച്ചിട്ടുണ്ട് യുദ്ധം ചെയ്ത്. ഈ അജ്ഞാതവാസ കാലത്ത് അവർ താമസിച്ചിരുന്ന രാജ്യത്ത്, വിരാട രാജ്യത്ത്, അവിടെ വെച്ച് അവരുടെ പശുക്കളെയൊക്കെ, വിരാട രാജ്യത്തിന്റെ പശുക്കളെയൊക്കെ ഈ കൗരവസേന തട്ടിക്കൊണ്ടുപോയ സമയത്ത് അർജുനൻ ഒറ്റയ്ക്ക്, വിരാട രാജ്യത്തിന്റെ രാജകുമാരനായ ഉത്തരനും അർജുനനും കൂടെ ഒറ്റയ്ക്ക് ഇവരോട് യുദ്ധം ചെയ്യാൻ പോയി. അങ്ങനെ യുദ്ധം ചെയ്യാൻ അർജുനൻ ഇവരെല്ലാം കണ്ട് പേടിച്ചോടിയ ഉത്തരനെ പിടിച്ച് തേരാളിയാക്കി ഇരുത്തിയിട്ട് അവരോട് യുദ്ധം ചെയ്തു. എല്ലാവരോടും ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തവരെല്ലാം തോപ്പിച്ച് ഓടിച്ച്. അന്ന് ഭീഷ്മരുണ്ടായിരുന്നു, ദ്രോണരുണ്ടായിരുന്നു, ഈ ഗുരുവും പിതാമഹനും വില്ലാളി വീരരായ കൗരവന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഈ ഇന്ന് അണിനിരന്നിരിക്കുന്നവര് ഒട്ടുമിക്കവരും ഉണ്ടായിരുന്നു. അവരെ എല്ലാം ഒറ്റയ്ക്ക് തോൽപ്പിച്ച ആളാണ് അർജുനൻ. ആ അർജുനന് പോലും വീണ്ടും ഈ യുദ്ധകളത്തിൽ വന്നപ്പോൾ വിഷാദം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ്. അങ്ങനെയുള്ള അർജുനന് വരാമെങ്കിലാണോ നമുക്ക് വരാൻ പറ്റാത്തത്? അപ്പൊ അതൊക്കെ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. ഓരോ ചിന്തകൾ കടന്നു കൂടിയിട്ട് നമുക്ക് സങ്കടം ഉണ്ടാകും, പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ല, പ്രശ്നങ്ങൾ, അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയ വലിയ പ്രശ്നങ്ങളാണ്. അപ്പൊ നമുക്ക് നിരാശ ഉണ്ടാകും, നമുക്ക് വിഷമം ഉണ്ടാകും. ഉടനെ തന്നെ നമ്മൾ ചിന്തിക്കുന്നത്, എന്നാൽ ഈ ജീവിതം എന്ത് നിരാശപ്പെട്ട് എന്തിനിങ്ങനെ ജീവിക്കുന്നു പറഞ്ഞ് കളയല്ല ചെയ്യുന്നത്. അതല്ല ചെയ്യേണ്ടത്. നമ്മൾ അതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കാം എന്ന് പഠിക്കുകയാണ് ഗീതയിലൂടെ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തെ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കാണിച്ചു തരുന്ന ഒരു മഹത് ഗ്രന്ഥമാണ് ഗീത. അവനവനെ കുറിച്ചുള്ള പഠനമാണ്, അവനവനെ കുറിച്ചുള്ള ശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ
ഭഗവത്ഗീത. അപ്പൊ നമ്മൾ ഇങ്ങനെ എല്ലാ വിഷാദം അവരെയൊക്കെ കൊല്ലണമല്ലോ എന്നോർത്തുള്ള വിഷാദമാണ് അർജുനന്. അങ്ങനെ അവരെല്ലാം കണ്ടിട്ട് അകപ്പാട് കൃപയോടുകൂടിയുള്ള ആവേശത്താൽ, വർദ്ധിച്ച ആവേശത്താൽ ദുഃഖിതനായിട്ട് ഇപ്രകാരം പറഞ്ഞു. അതാണ് ഈ ശ്ലോകത്തിന്റെ 2 വരികളുടെ അർത്ഥം. താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടഃ വിഷീദന്നിദമബ്രവീത്. ഇനി ആരാ ചൊല്ലുന്നത്? ചൊല്ലിക്കോളൂ. വെരി ഗുഡ്. ഇനി ആരാണ്? ചൊല്ലിക്കോളൂ. ഓരോരുത്തരായിട്ട് ചൊല്ലും. വെരി ഗുഡ്. ഇനി ആരാണ്? ചൊല്ലിക്കോളൂ. വെരി ഗുഡ്. ഇനി ആരാണ്? ചൊല്ലിക്കോളൂ. പരയാവിഷ്ടഃ. വെരി ഗുഡ്. ഇനി ആരാണ്? ചൊല്ലിക്കോളൂ. ഓക്കെ. താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടഃ വിഷീദൻ ഇദം അബ്രവീത്. വെരി ഗുഡ്. ഇനി ആരാണ് ചൊല്ലുന്നത്? ഇതിനു മുമ്പ് ആരോ ചോദിച്ചായിരുന്നല്ലോ, മുന്നോട്ട് വന്നതാണല്ലോ. ചൊല്ലിക്കോളൂ. ചൊല്ലാം. താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടഃ വിഷീദൻ ഇദം അബ്രവീത്. വെരി ഗുഡ്. അപ്പൊ ഇനി എല്ലാവരും ഇത് പഠിച്ചോണേ. ഇപ്പൊ എല്ലാവർക്കും കിട്ടിയില്ലേ? എല്ലാവരും ചൊല്ലി പഠിക്കുക. ഓക്കെ, നമുക്കപ്പോ ഇന്ന് നിർത്താം. നമസ്തേ.